ആ നിന്നെ കാണാണ്ടാ. പിന്നെ നാളെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നുണ്ട്. എന്റെ വണ്ടി ഒന്ന് തരും. എടാ നീത്തി ചുമ്മാ ഇരുന്നാണ്ടാ. അവളുമായിട്ടുള്ള ഫസ്റ്റ് ഡേറ്റിംഗ് എടാ, എനിക്ക് കാർ തന്നേ പറ്റൂ. എടാ ഒന്നാമത് പുതിയ വണ്ടി, ഒരു കുഴപ്പവും ഉണ്ടാവൂല. ശരി വണ്ടി ആത്തേറ്റോ? വേണ്ട, ഞാൻ അതാക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? എടാ പിന്നെ പറഞ്ഞ വഴിക്ക് ഒരു ഓട്ടോക്കാരെ റോങ് സൈഡ് കയറി. അപ്പൊ സൈഡിലുള്ള സർവേക്കെല്ലാം കണ്ട് തട്ടി. അപ്പൊ ഈ അലോയും ബെമ്പറും ചെറുതായിട്ടൊന്ന് ബെൻഡായി. വലിയ കുഴപ്പമൊന്നുമില്ലടാ. ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ എന്നാ എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മനീഷ് മോന് നല്ലൊരു വിസ വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച പൈസ കൊടുക്കണം. നിന്റെ മാല ഒന്ന് തരുമോ? നീ ഒന്നും പറയണ്ട. ഒരു പെൺകൊച്ചിന്റെ പഠിപ്പിന്റെ കാര്യമാണ് ഇത്. പണയം വെച്ചിട്ട് നീ 1.5 ലക്ഷം രൂപ എടുത്തുകൊടു. മക്കളെ പൈസ കിട്ടിയില്ല. പിന്നെ പൈസ ചോദിച്ചു വെച്ച മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നില്ല. കിട്ടുമ്പോ മാമി അങ്ങോട്ട് കൊണ്ട് തരാം. ദാണ്ട സുലോചന ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് 1.5 ലക്ഷം രൂപ തികച്ചുണ്ട്. അതങ്ങനെ ശരിയാവും മാമി. പലിശയും കൂടെ അടച്ചാലല്ലേ മാല എടുക്കാൻ പറ്റും. അയ്യോ മാമിക്ക് നിൽക്കാൻ ഒട്ടും സമയമില്ല. അപ്പൊ ശരി എന്നാ കണ്ട, 1.5 ലക്ഷം മാത്രം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇതിന്റെ പലിശ മുടങ്ങാതെ അടക്കണ എന്റെ സാലറി എന്നാണ്. ആ കുഴപ്പമില്ല, പോട്ട്. ബ്രോ പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്തായിരുന്നോ? ഇല്ല മാൻ, നാളെ ഞാൻ ലീവാണ്. ഒരു കാര്യം ചെയ്യും, എന്റെ പ്രോജക്റ്റോടെ നീ ഒന്ന് ചെയ്തു വെച്ചേ. എടാ ഞാൻ എന്റേതേ ചെയ്തില്ല. എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ഇന്നേ വരെ ആരോടും ഒരു നോ പറഞ്ഞിട്ടില്ല. എടാ അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇൻഷുറൻസിന് പുറമെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 14,500 രൂപയായി. അതെ, കഴിഞ്ഞ പ്രാവശ്യം കയ്യിലുണ്ടായിട്ട് സഹായിച്ചൊന്നുമില്ല. മാല പണയം വെച്ച് തന്നെയാണ് പൈസ തന്നത്. 1.5 വർഷം കൃത്യമായിട്ട് പലിശ അടച്ചോ ഞാനാ. എടാ പിന്നെ നിന്റെ പ്രൊജക്റ്റ് ചെയ്തു തരുന്നതിന് നീ എനിക്ക് സെപ്പറേറ്റ് ശമ്പളമൊന്നും തരുന്നില്ല. അതുകൊണ്ട് നോ. ആൻഡ് ദിസ് ഈസ് മൈ ന്യൂ ഇയർ റെസൊല്യൂഷൻ. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞിരിക്കും.